നമസ്കാരം. കോവറ്റ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സെഗ്മെൻറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. GK-യിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. വിച്ച് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദി അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്? ഓപ്ഷൻ എ, he or she holds office during the pleasure of the governor. Option B, he or she is appointed by the governor. Option C, he or she advises the state governor on the legal matters. Option D, he or she cannot take part in the proceedings of the state legislature. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടാത്തത് എന്നാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത്? ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൻ്റെ കാലാവധി തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. നാലാമത്തെ ഓപ്ഷൻ, അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനുള്ള അധികാരമില്ല. 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഹി ഓർ ഷീ കനോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതിനർത്ഥം എന്താണ്? അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജനറൽ എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ട്. അതാണ് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ 1ാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്ന ആരാണ്? അറ്റോർണി ജനറലാണ്. ഈ അറ്റോർണി ജനറലിൻ്റെ ഒരു പതിപ്പാണ്, അതായത് സംസ്ഥാന തലത്തിലുള്ള ഒരു പതിപ്പാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ 1ാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്ന ആരാണ്? അറ്റോർണി ജനറലാണ്. ഈ അറ്റോർണി ജനറലിൻ്റെ സമാനമായി സംസ്ഥാനങ്ങളിൽ ഉള്ള ഉദ്യോഗസ്ഥൻ്റെ പേരാണ് അഡ്വക്കേറ്റ് ജനറൽ. അത് മനസ്സിലാക്കി വെക്കാം. നമുക്കിനി അഡ്വക്കേറ്റ് ജനറലിൻ്റെ കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നിയമ ഓഫീസർ ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നിയമ ഓഫീസർ ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജ് ആവാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ആർക്കുണ്ടാവണം? അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടാവണം. ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജനറലിൻ്റെ പോസ്റ്റിൻ്റെ കാലാവധിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാലാവധിയൊന്നും അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നില്ല. ഒരു ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഗവർണറിന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനും പുതിയ ആളെ നിയമിക്കാനും അധികാരമുണ്ട്. എന്നാൽ ഗവർണർ പ്രവർത്തിക്കുന്നത് ആരുടെ ഉപദേശപ്രകാരമാണ്? മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും ഉപദേശപ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളെ ആരാക്കാം? അഡ്വക്കേറ്റ് ജനറൽ ആക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാരെ പുറത്താക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള സമയത്തും പുറത്താക്കാം. അതായത് നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഒരു അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാലാവധി തീരുമാനിക്കുന്നത് ഗവർണറാണ്. ആ തീരുമാനം ഗവർണറെ കൊണ്ട് എടുപ്പിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. കഴിഞ്ഞ പോയിന്റ് നമ്മൾ കാലാവധിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലിന് ഏതെങ്കിലും ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. നിയമപരമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടാസ്ക് ആയിരിക്കണം അത് അസൈൻ ചെയ്ത് കൊടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഗവർണർ ആ ടാസ്ക് അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ടാസ്ക് ചെയ്യേണ്ടി തന്നെ വരും. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഉപദേശം നൽകുന്നത് ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. സാധാരണഗതിയിൽ നിയമസഭാ നടപടിയിൽ പങ്കെടുക്കാനുള്ള അവകാശം MLA-മാർക്കാണുള്ളത്. നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന MLA-മാർക്കാണ് അതിനുള്ള അവകാശമുള്ളത്. അതുകൂടാതെ അഡ്വക്കേറ്റ് ജനറലിനും സ്റ്റേറ്റിൻ്റെ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ആർക്കാണ് അവകാശമുള്ളത്? അഡ്വക്കേറ്റ് ജനറലിന്. നിയമസഭാ സാമാജികനല്ലാതെ നിയമസഭാ നടപടിയിൽ പങ്കെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? അഡ്വക്കേറ്റ് ജനറലിനുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ബില്ലിന് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ വോട്ടെടുപ്പ് നടക്കുകയോ ചെയ്താൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കില്ല? നമ്മുടെ അഡ്വക്കേറ്റ് ജനറലില്ല. അത് MLA-മാർക്കാണുള്ളത്. അതുകൂടെ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. നമ്മളെ ക്വസ്റ്റ്യൻ മറന്നുകൊണ്ട് ആ ക്വസ്റ്റ്യനിലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് എന്താണ്? നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനുള്ള അവകാശം ആർക്കില്ല? അഡ്വക്കേറ്റ് ജനറൽ ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്ന് നമ്മളിപ്പോൾ പഠിക്കേണ്ടായി. നിയമസഭാ നടപടികളിൽ പങ്കെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? അഡ്വക്കേറ്റ് ജനറലുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ ഇത്? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇത് ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഹൂ മെയ്ഡ് ദ ഫേമസ് ദീപാവലി ഡിക്ലറേഷൻ ഓഫ് 1929 ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ഓപ്ഷൻ എ ലോർഡ് വെല്ലിംഗ്ടൺ, ഓപ്ഷൻ ബി ലോർഡ് റിപ്പൺ, ഓപ്ഷൻ സി ലോർഡ് വെവൽ, ഓപ്ഷൻ ഡി ലോർഡ് ഇർവിൻ. ഇവിടെ ചോദ്യം എന്താണ്? 1929 ദീപാവലി ഡിക്ലറേഷൻ കൊണ്ടുവന്ന വൈസ്രോയ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെല്ലിംഗ്ടൺ ആണോ, റിപ്പൺ ആണോ, വേവലാണോ, ഇർവിനാണോ? ഈ ചോദ്യം നമുക്ക് ഇത്തിരി കുഴപ്പിക്കുന്നതാണ്, പക്ഷെ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. കാരണം നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല ചിലവർ ദീപാവലി ഡിക്ലറേഷൻ എന്താണെന്ന്, അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ ചോദ്യം? അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 1929 എന്നുള്ള ഡേറ്റ് ആണ്. 1929 ആരാണ് വൈസ്രോയ് എന്നറിഞ്ഞാൽ നമുക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. ആരായിരുന്നു വൈസ്രോയ്? പോട്ടെ, സൈമൺ കമ്മീഷൻ വരുമ്പോൾ ആരായിരുന്നു വൈസ്രോയ്? സൈമൺ കമ്മീഷൻ വന്നപ്പോഴാണ് 1928. അപ്പോൾ നമുക്കൊരു കണക്കൂടലുണ്ടാവും, 1929 ഇയാൾ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരായിരുന്നു വൈസ്രോയ്? നമുക്കെല്ലാവർക്കും അറിയാം, സൈമൺ കമ്മീഷൻ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ഇർവിൻ. അതാണ് ഇതിലെ ഉത്തരം, ഓപ്ഷൻ ഡി ലോർഡ് ഇർവിൻ. അപ്പോൾ ഓക്കെ അല്ലേ കാര്യങ്ങൾ? ഇനി നമുക്ക് ദീപാവലി ഡിക്ലറേഷനെ കുറിച്ചും ലോർഡ് ഇർവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളെക്കുറിച്ച് നോക്കാം. എന്താണ് ആദ്യത്തെ പോയിന്റ്? എന്താണ്? ദീപാവലി ഡിക്ലറേഷൻ കൊണ്ടുവന്ന വൈസ്രോയ് ആരാണ്? ലോർഡ് ഇർവിനാണ്. എന്താണ്? ലോർഡ് ഇർവിനാണ്. 1929 ലോർഡ് ഇർവിൻ എന്തുകൊണ്ട് വരുന്നത്? ദീപാവലി ഡിക്ലറേഷൻ. ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി, അതായത് ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കുക എന്നായിരുന്നു ദീപാവലി ഡിക്ലറേഷനിലെ പ്രധാന അജണ്ട. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ എന്താണ്? സൈമൺ കമ്മീഷൻ വന്ന സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന വൈസ്രോയ് ആരാണ്? ലോർഡ് ഇർവിനാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് 1928. സൈമൺ കമ്മീഷൻ വന്നതിന് ശേഷമാണ് എന്ത്? ദീപാവലി ഡിക്ലറേഷൻ ആര് പാസ്സാക്കിയത്? ലോർഡ് ഇർവിൻ പാസ്സാക്കിയത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ബർദോളി സത്യാഗ്രഹം നടന്ന സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയ് ആരാണ്? ബർദോളി സത്യാഗ്രഹം ഇന്ത്യയിൽ നടന്ന സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയ് ആരാണ്? ലോർഡ് ഇർവിനാണ്. 1928 ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ അയൺമാൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ബർദോളി സത്യാഗ്രഹം നടന്നത് 1928. ഇനി അടുത്ത പോയിന്റ് നോക്കാം. എന്താണ്? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് 1930 നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയ്? ലോർഡ് ഇർവിൻ തന്നെയായിരുന്നു. 1930 നിയമലംഘന പ്രസ്ഥാനം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം? ലോർഡ് ഇർവിനാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. ഈ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാനായി ലോർഡ് ഇർവിൻ മുൻകൈ എടുത്ത് ഗാന്ധിജിയുമായിട്ട് ഒരു സന്ധി ഒപ്പുവെക്കുകയുണ്ടായിരുന്നു. അതിനെയാണ് ഗാന്ധി ഇർവിൻ സന്ധി അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത്. ഇത് സൈൻ ചെയ്തത് 1931. ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്തത് 1931. ഇതിൽ പറയാനൊന്നുമില്ല. എന്താണ്? ഈ കാലഘട്ടത്തിലും വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ഇർവിൻ തന്നെയായിരുന്നു. ആ ഗാന്ധി ഇർവിൻ പാക്റ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഗാന്ധിജി ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കണം. എന്താണ്? ഗാന്ധിജി ആദ്യത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത്. ആരാണ് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത വൈസ്രോയ് ആരാണ്? ലോർഡ് ഇർവിനാണ്. അപ്പോൾ എന്താ? ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1931. ആ സമയത്തെ വൈസ്രോയ് ആരാണ്? ലോർഡ് ഇർവിനാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? 1931 നടന്ന ഒന്നാം വട്ടമേശ സമ്മേളനം. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കിയ വർഷം ഏതാണ്? 1929. ഏതായിരുന്നു ആ സമ്മേളനം? എവിടെ വെച്ചായിരുന്നു ആ സമ്മേളനം നടന്നത്? ലാഹോറിൽ വെച്ചാണ്. ഈ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയ് ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ലോർഡ് ഇർവിനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയ് ആരാണ്? ലോർഡ് ഇർവിൻ. എവിടെ വെച്ചാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കിയത്? ലാഹോറിൽ വെച്ചാണ്. ഏതാണ് വർഷം? 1929. ലോർഡ് ഇർവിനെ കുറിച്ചും ലോർഡ് ഇർവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്, ദ ടേം നൈറോബി പാക്കേജ് ഈസ് റിലേറ്റഡ് ടു ദ അഫയേഴ്സ് ഓഫ് ഓപ്ഷൻ എ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം, അതായത് UNEP. ഓപ്ഷൻ ബി ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, അതായത് FAO. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ഓപ്ഷൻ സി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ WTO. ഇനി നാലാമത്തെ ഓപ്ഷൻ യൂറോപ്യൻ യൂണിയൻ. ഏതാണ് ഉത്തരം? ഇതിന് മുന്നുള്ള വീഡിയോയിൽ ഞാൻ GK അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഗനൈസേഷൻസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന്. അതിൽപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇത്. നമുക്ക് നോക്കാം എന്താണ് ഉത്തരം. നൈറോബി പാക്കേജ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഏതുമായിട്ടാണ് നൈറോബി പാക്കേജ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഓപ്ഷൻ സി ആണ്. എന്താണ്? WTO എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇനി നമുക്കതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നൈറോബി പാക്കേജ് WTO ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി
ബന്ധപ്പെട്ടെടുക്കുന്നു. നൈറോബി എന്ന് പറഞ്ഞാൽ കെനിയയിലെ ഒരു സ്ഥലമാണ്. നൈറോബി പാക്കേജ് ഒപ്പുവെച്ചത് അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട കാര്യം പുറത്തു വന്നത് 2015 എന്നുകൂടെ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ PDF ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ PDF ഈ ക്ലാസ്സിലടങ്ങുന്ന കാര്യങ്ങളൊക്കെ പ്ലാനുകളൊക്കെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിലൊന്ന് കയറി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PDF എല്ലാം കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരള ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. മലയാളം ലാംഗ്വേജ് വാസ് ഡിക്ലെയർഡ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഇൻ വിച്ച് ഇയർ? 2011, 2012, 2013, 2014 ഏതാണ്? ഇതെല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. PSC പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് കണ്ടേക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ഓപ്ഷൻ C ആണ് ഉത്തരം, 2013. ഇനി നമുക്കതിനായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എത്ര ലാംഗ്വേജസിന് ഇന്ത്യയിൽ ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്? 6 ലാംഗ്വേജസ്. എത്ര ലാംഗ്വേജസ് ആണ്? 6 ലാംഗ്വേജസിന് ഇന്ത്യയിൽ ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതിലാദ്യമായിട്ട് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുക്കുന്ന ലാംഗ്വേജ് ഏതാണ്? തമിഴാണ്. പിന്നെ വരുന്നത് ഏതാണ്? സംസ്കൃതം 2005. തമിഴ്നാടിന് കൊടുത്തത് അല്ലെങ്കിൽ തമിഴ് ലാംഗ്വേജിന് കൊടുത്തത് 2004. പിന്നെ വന്നത് സംസ്കൃതമാണ്. കന്നഡയ്ക്ക് 2008, തെലുങ്കുവിന് 2008 തന്നെ കൊടുത്തു. മലയാളത്തിന് 2013 കൊടുത്തത്. ഏറ്റവും അവസാനമായിട്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് കൊടുത്തത് ആർക്കാണ്? ഒഡിയയ്ക്കാണ് 2014. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് നോക്കുക. 6 ക്ലാസിക്കൽ ലാംഗ്വേജസ് ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ആദ്യം കൊടുത്തത് തമിഴ് ലാംഗ്വേജിനാണ്, പിന്നെ സംസ്കൃതത്തിനാണ്. നമ്മളിതിൽ പഠിച്ചു വെക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 6 ലാംഗ്വേജസ് ഉണ്ട് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഉള്ളത് ഇന്ത്യയിൽ. പിന്നെന്താ? ആദ്യം കിട്ടിയത് തമിഴ് ലാംഗ്വേജിനാണ്, അത് 2004 കിട്ടിയത്. മലയാളത്തിന് 2013 കിട്ടി. ഏറ്റവും അവസാനം ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയത് ഏത് ലാംഗ്വേജിനാണ്? ഒഡിയയ്ക്കാണ്, അത് 2014 കിട്ടിയത്. ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടണമെങ്കിൽ കുറച്ച് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് നിർണ്ണയിച്ചിട്ടുണ്ട്. ആ നിർണ്ണയിച്ചിരിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് കൾച്ചറാണ്. ആരാണ്? മിനിസ്ട്രി ഓഫ് കൾച്ചർ. ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂടെ വേണം. എന്താണ്? 8th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ലാംഗ്വേജസ് പറഞ്ഞിരിക്കണം. എന്താണ് 8th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? 8th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്? എന്താണ് അടങ്ങിയിരിക്കുന്നത്? ലാംഗ്വേജസ്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഒഫീഷ്യൽ ലാംഗ്വേജസും അടങ്ങിയിരിക്കുന്നത് 8th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട് ഇന്ത്യയിൽ? അതെല്ലാവർക്കും അറിയാവുന്ന പോലെ 22. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ലോഗൻ ലൈഫ് ലൈൻ ഓഫ് ദി നേഷൻ ഈസ് റിലേറ്റഡ് ടു? ഓപ്ഷൻ എ ഇന്ത്യൻ റെയിൽവേസ്, ഓപ്ഷൻ ബി എയിംസ്, ഓപ്ഷൻ സി ഇന്ത്യൻ എയർലൈൻസ്, ഓപ്ഷൻ ഡി BSNL. ഏതാണ് ലൈഫ് ലൈൻ ഓഫ് ദി നേഷൻസ്? ടാഗ് ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ഉത്തരം. ഏതാണ് ഉത്തരം? ഇന്ത്യൻ റെയിൽവേസ്. ഓപ്ഷൻ എ ഇന്ത്യൻ റെയിൽവേസ് ആണ് ഉത്തരം. ഇനി നമുക്ക് ബാക്കിയുള്ള കമ്പനികളുടെയൊക്കെ ടാഗ് ലൈൻ എന്താണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ജസ്റ്റ് BSNL മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? ബെഹത്തർ സേവാക്കി നെയ് ലഗൻ. എന്താണ് BSNLൻ്റെ സ്ലോഗൻ? ബെഹത്തർ സേവാക്കി നെയ് ലഗൻ. പിന്നൊരു സ്ലോഗൻ കൂടി ഉണ്ട് BSNL. എന്താണ്? കണക്റ്റിംഗ് ഇന്ത്യ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ ക്ലൗഡിനെസ് ഓൺ എ മാപ്പ് ആർ കാൾഡ്? ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഓഫ് ഈക്വൽ ക്ലൗഡിനെസ് ഓൺ എ മാപ്പ് ആർ കാൾഡ്? ഐസോനെഫ്സ്, ഓപ്ഷൻ ബി ഐസോഹെൽസ്, ഓപ്ഷൻ സി ഐസോഹൈറ്റ്സ്, ഓപ്ഷൻ ഡി ഐസോബാത്ത്. ഇത് ജിയോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതായത് നമ്മൾ ഈ വെതർ മാപ്പ് കണ്ടിട്ടില്ലേ? വെതർ മാപ്പിൽ ഒരുപാട് മേഘങ്ങളുള്ള സ്ഥലങ്ങളും മേഘങ്ങളില്ലാത്ത സൂര്യനുള്ള സ്ഥലങ്ങളും കാണാൻ സാധിക്കും. അങ്ങനെ ഒരേപോലെ മേഘാവൃതമായ സ്ഥലങ്ങളെ ഒരേ ലൈനിൽ ബന്ധിപ്പിക്കും. അങ്ങനെ ബന്ധിപ്പിക്കുന്നതിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോനെഫ് ആണോ, ഐസോഹെൽസ് ആണോ, ഐസോഹൈറ്റ്സ് ആണോ, ഐസോബാത്സ് ആണോ? നമുക്കതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. എന്താണ്? ഓപ്ഷൻ എ ഐസോനെഫ്സ് ആണ്. എന്താണ്? ഐസോനെഫ്സ്. അപ്പോൾ ഐസോനെഫ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി ഐസോഹെൽസ് എന്താണെന്ന് നോക്കാം. എന്താണ്? ഇതുപോലെ തന്നെ സെയിം ഡ്യൂറേഷൻ ഓഫ് സൺഷൈൻ, ഒരേപോലത്തെ സൺഷൈൻ ഉള്ള സ്ഥലങ്ങളെ യോജിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഐസോഹെൽസ്. ഇനി ഐസോഹൈറ്റ്സ് എന്താ നോക്കാം. കണക്റ്റിംഗ് പോയിന്റ്സ് ഹാവിങ് സെയിം എമൗണ്ട് ഓഫ് റെയിൻഫാൾ, ഒരേപോലെ മഴ പെയ്യുന്ന സ്ഥലങ്ങളെ ഒരു ലൈനിൽ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐസോഹൈറ്റ്സ്. ഇനി ഐസോബാത്സ് എന്താ നോക്കാം. an imaginary line on a map or a chart that connects all points having same depth below water surface. അതായത് സമുദ്രനിരപ്പിന് താഴെയുള്ള സ്ഥലങ്ങൾ ഒരു ലൈനിലൂടെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പിൽ അതിനെ പറയുന്ന പേരാണ് ഐസോബാത്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ബൈ ദ എമിഷൻ ഓഫ് ഡാഷ് ആസിഡ് റെയിൻ ഈസ് കോസ്ഡ്? ആസിഡ് റെയിൻ സംഭവിക്കുന്നത് എന്തിൻ്റെ എമിഷൻ മൂലമാണ്? ഓപ്ഷൻ എ സൾഫർ ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ ബി സൾഫർ ആൻഡ് കാർബൺ, ഓപ്ഷൻ സി ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ ഡി ഫോസ്ഫറസ് ആൻഡ് കാർബൺ. ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. എന്താണ്? സൾഫർ ആൻഡ് നൈട്രജൻ. ഓപ്ഷൻ എ സൾഫർ ആൻഡ് നൈട്രജൻ ആണ് ഉത്തരം.
ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കൂക്ക മൂവ്മെൻറ്റ് ടു ഓവർത്രോ ബ്രിട്ടീഷ് റൂൾ വാസ് ഓർഗനൈസ്ഡ് ഇൻ? കൂക്ക മൂവ്മെൻറ്റ് എവിടെയാണ് നടന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കൂക്ക മൂവ്മെൻറ്റ് ഓർഗനൈസ് ചെയ്യപ്പെട്ടത്? എവിടെയാണ്? ഓപ്ഷൻ എ UP, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ബോംബെ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം അല്ലേ. എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പഞ്ചാബ്. ഇനി നമുക്ക് കൂക്ക മൂവ്മെൻറ്റിനെയും അതിനെക്കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂക്ക മൂവ്മെൻറ്റ് എവിടെയാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടത്? പഞ്ചാബിലാണ്. എവിടെയാണ്? പഞ്ചാബിൽ. 1849 ശേഷം വന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭമാണ് എന്താണ് കൂക്ക മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇതിനു മുമ്പും കൂക്ക മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ 1849 ശേഷം നടന്ന നംധാരി മൂവ്മെൻറ്റ് അത് കൂക്ക മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ആ നംധാരി മൂവ്മെൻറ്റിലൂടെയാണ് കൂക്ക മൂവ്മെൻറ്റ് ഏറ്റവും പ്രസിദ്ധി ആർജിച്ച്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിനെ ഓവർത്രൂ ചെയ്യുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ എന്താണ് കൂക്ക മൂവ്മെൻറ്റ് എവിടെയാണ് നടന്നത്? പഞ്ചാബിലാണ്. കൂക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകതരത്തിലുള്ള സിക്കാരെ വിളിക്കുന്ന പേരാണ് കൂക്ക. അപ്പോൾ കൂക്ക മൂവ്മെൻറ്റ് പഞ്ചാബിലാണ് നടന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? പല്ലവ ആർക്കിടെക്ചർ സ്റ്റൈൽ ഈസ് ഫൗണ്ട് ഇൻ കൊണാർക്ക്, ഓപ്ഷൻ ബി ഹംപി, ഓപ്ഷൻ സി മഹാബലിപുരം, ഓപ്ഷൻ ഡി മധുരൈ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം? നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം, മഹാബലിപുരം. ഇനി പല്ലവ ഡൈനസ്റ്റിയെക്കുറിച്ചും അതിൻ്റെ അനുബന്ധ വിവരങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. AD 3-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് പല്ലവ രാജവംശം. സൗത്ത് ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗങ്ങളും തമിഴ്നാടിൻ്റെ ഭാഗങ്ങളുമാണ് ഇവർ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിരുന്നത്. ഇവരുടെ ആർക്കിടെക്ചറൽ രീതി ലോകപ്രശസ്തമാണ്. പിന്നീട് വന്ന ചോള രാജാക്കന്മാരും അതിനുശേഷം വന്ന രാജാക്കന്മാരും ഒക്കെ ഇവരുടെ രീതിയിലാണ് മെയിനായിട്ട് ടെമ്പിൾ നിർമ്മിച്ചിരുന്നത്. അതിൻ്റെ പല്ലവ രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ പല്ലവ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഏതാണ്? ഷോർ ടെമ്പിൾ ഓഫ് മഹാബലിപുരം, പഞ്ചരദാസ്, ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പഞ്ചരദാസ് ഓഫ് മഹാബലിപുരം. പിന്നെന്താ? കൈലാസനാഥ് ടെമ്പിൾ അറ്റ് കാഞ്ചീപുരം. ഇതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആർക്കിടെക്ചറൽ ഡിസൈൻസ്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ജിയോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഡോൾഡ്രം ഈസ് എൻ ഏരിയ ഓഫ് ലോ ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ലോ റെയിൻഫാൾ, ഓപ്ഷൻ സി ലോ ഹ്യൂമിഡിറ്റി, ഓപ്ഷൻ ഡി ലോ പ്രഷർ. എന്താണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോ പ്രഷറാണ്. എന്താണ് ഡോൾഡ്രം? ഇക്വേറ്ററിനടുത്തുള്ള ഒരു ലോ പ്രഷർ ഏരിയയാണ് ഡോൾഡ്രം. ഇവിടെ പാസ് ചെയ്യുന്ന പ്രിവെയിലിംഗ് വിൻസൊക്കെ വളരെ കാമായിട്ടാണ് പോവുക. അതായത് ഇവിടെ നമുക്ക് കാറ്റിൻ്റെ ഗതി പിടിച്ച് തുഴയാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് വളരെ കാമായിട്ടുള്ള ഒരു ഏരിയയാണ് ഡോൾഡ്രം. ചുഴലിക്കാറ്റുകളൊന്നും ഈ ഡോൾഡ്രമിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രത്യേകതയും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ GK സെഗ്മെൻറ്റിലെ ആദ്യത്തെ ഭാഗം. പിന്നെ നമ്മളൊരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 5 വീക്സ് നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സാണ്. മെറ്റീരിയൽസൊക്കെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ അതിനായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നില്ലെങ്കിൽ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉണ്ടാവും. വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം, കോഴ്സിൽ ചേരാം. അപ്പോൾ നമുക്ക് വീണ്ടും 10 ചോദ്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.